മൺഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓടി ഒന്നൊന്ന് കുളിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ നമുക്ക് താഴെ സംഭവം അറേഞ്ച് ചെയ്ത് തന്നു. നല്ല ഹോട്ടൽ സംഭവമാണ്. മൂൺ ലൈറ്റാണ് ഹോട്ടലിൻ്റെ പേര്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇച്ചിരി നടക്കാനുണ്ട്, ഒരു 100 മീറ്റർ. അപ്പോൾ ഒരു ഓർബിസൊക്കെ കയറി ഇറങ്ങണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവരെന്നെ ഡ്രോപ്പ് ചെയ്യാൻ. ഞാൻ രാവിലെ വണ്ടി റെൻ്റിൽ എടുത്തായിരുന്നു. അപ്പോൾ അവരെന്നെ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ലേറ്റായി 4:15 5 മണിക്ക് സ്ട്രേറ്റ് ആണോ. ഓക്കെ ബൈ. നമ്മളെ ഇവിടെ വരെ കൊണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം മണി 4:20. അപ്പോൾ നമുക്ക് ഇനി 30 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് അറ്റത്താണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്. സോ ഇവിടെയൊക്കെ ഓർഡിനറി ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പർ ക്ലാസ് ആയതുകൊണ്ട് ഫ്രണ്ടിലാണ്, സ്ലീപ്പർ കിട്ടിയില്ല. 2-3 ആൾക്കാരോട് ചോദിച്ച് മെക്ഷ്യൂർ ആക്കി ഇത് 5 മണി ട്രെയിനല്ലേന്ന്. അപ്പർ ക്ലാസ് തുടങ്ങി. പക്ഷേ നമ്മുടെ A7 ആണ്. ഇത് ഇവരെ ഭാഷയിൽ എഴുതി. ഇത് 7 ഏതാ 6 ഏതാ 5 ഏതാ ഒന്നും അറിയുന്നില്ല. ഇതാണ് കേട്ടോ എൻജിൻ. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എൻജിനൊക്കെ വെറൈറ്റി എൻജിനാണ്. ലോക്കോ പൈലറ്റ്. നല്ല ലെങ്തി ട്രെയിനാണ് കേട്ടോ. അങ്ങനെ A7 ഇതാണ് നമ്മുടെ സീറ്റ്. ഈ ഒരു സീറ്റിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം എത്ര രൂപ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രൂപയൊന്നും വന്നില്ല. അതായത് 9500 ചാർട്ട്. അതായത് ഒരു 30 താഴെ വന്നിട്ടുള്ള ടിക്കറ്റ്. ഒരു 700 മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ കോച്ച്. വാഷ് ബേസിനുണ്ട്. കുഴപ്പമില്ലാത്തൊരു ലാവൻഡറി ഉണ്ട്. അങ്ങനെ കണക്ഷനാണ്. അടുത്തടുത്ത കമ്പാർട്ട്മെൻറ്റുകളുടെ കണക്ഷൻസാണ്. ഞാൻ കണക്ട് ചെയ്ത് മുകളിൽ ഫാനുണ്ട്, അതുകൊണ്ട് കാറ്റുണ്ട്. ഈ സ്ലോ ട്രെയിനാണ്. വലിയ സ്പീഡിലൊന്നും അങ്ങനെ പോകില്ല. വലിയ സ്പീഡിലേക്ക് ട്രെയിനൊന്നും പോകില്ല. ഏകദേശം നമ്മളവിടെ എത്തുമ്പോൾ 8-9 മണി. 9 മണി ഒരു 5 മണിക്കൂർ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 12, 13, 14, 15, 16-17 മണിക്കൂറോളം ട്രെയിനിൽ ഇരിക്കുന്നു. അപ്പോൾ ഉറക്കം പ്രശ്നമാണ്. കാരണം ഡിപ്പെൻഡത്തിൻ്റെ സേഫ്റ്റി ഇത്തിരി പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണായിട്ടുള്ള വിൻഡോസ് ഒക്കെ ഉണ്ട്. ഫുള്ള് ഓപ്പൺ, കമ്പി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗ്ലാസ് ഷട്ടർ ഇടാൻ പറ്റും തോന്നുന്നു. ഷട്ടർ ഇട്ട് കഴിഞ്ഞാലും കാറ്റിൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ മുകളിൽ കാരിയറൊക്കെ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ സേഫ്റ്റിക്ക് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് പ്രിക്കോഷൻ എടുക്കണം. മനസ്സ് ഇറങ്ങരുത്. ബസ്സാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സ് ഇറങ്ങാറ് ഒരു കുഴപ്പമില്ല. ഒന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. ഫുൾ സെക്യൂരിറ്റിയാണ്. ട്രെയിന് ഇച്ചിരി ഇതുണ്ട്. പക്ഷെ നമ്മളാരും കയറാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേടുക. നോ ഇഷ്യൂസ്. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ മാറി ഇരിക്കാം, കുഴപ്പമില്ല. നമ്മൾ ഈ താഴെ കണ്ട ലിവർ കണ്ടോ? ആ ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ 2 സീറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പം നമ്മൾ 4 പേരൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. അതേപോലെ തന്നെയാണ് ഈ സിംഗിൾ കണ്ടോ? അതിൻ്റെ അടിയിൽ ഒരു ലിവറാണ്. ആ ലിവർ വലിച്ചാലും നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ആ ഒരു അടിപൊളി സെറ്റപ്പാണ്. അങ്ങനെ യാത്ര തുടങ്ങി. സമയം 5:05 വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അതെ, ഭയങ്കര വിളിച്ചു. സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രെയിൻ. അപ്പോൾ ഇനി ഹാങ്കൂൺ വരെ ഒരു 16-18 മണിക്കൂറോളം ഈ ട്രെയിനിൽ. എങ്ങനെയാവുമെന്ന് അറിയില്ല. 16 മണിക്കൂർ ട്രെയിനിൽ ആദ്യമായിട്ടാണ് 16 മണിക്കൂർ. ഇല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ചെന്നൈയിലേക്കൊക്കെ പോകണമെങ്കിൽ രാത്രി 9 മണിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ ഇല്ല, ഏകദേശം 18 മണിക്കൂർ ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ ഇത്രയും ദൂരം. അപ്പോൾ നല്ലൊരു യാത്ര ആവട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും യാത്ര തുടങ്ങാം.
പണി കിട്ടിയിട്ടുണ്ട്. പവർ സോക്കറ്റ് ഇല്ല. സംഭവം അപ്പർ ക്ലാസ്സൊക്കെയാണ് വെച്ചാൽ ഒറ്റ സോക്കറ്റ് പോലും ഉണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി, കണ്ടില്ല. ഇവർ വീട്ടിലിറങ്ങാൻ വരുമ്പോൾ ചോദിച്ചു നോക്കാം ഇവിടെ എന്താണെന്ന് പറയാൻ, വേറെ എന്താണെന്ന് പറയാൻ അറിയില്ല. അപ്പോൾ അവർ വരുന്നതെന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെയാണ് വെച്ചാൽ നാളത്തെ വീഡിയോയിൽ ചെറിയ പാളിച്ചുകൾ പറ്റും. ഈ 2 ഫുൾ ബാറ്ററി എൻ്റെ കയ്യിലുണ്ട്. അത് നോക്കാം നമുക്ക് മാക്സിമം. അല്ലെങ്കിൽ നമുക്ക് അവിടെ റൂമെടുത്ത് ചാർജ് ചെയ്യുക കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാം. അല്ലെങ്കിൽ ഒരു ബാറ്ററി വാങ്ങുമോ എന്തെങ്കിലും നോക്കാം. പക്ഷേ പവർ ബാങ്കൊക്കെ അവിടെ തന്നെ തീരും. ഓൾറെഡി ഞാൻ മൊബൈലിൽ കുത്തി വെച്ചിരിക്കുകയാണ്. പവർ ബാങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് മാപ്പ്. എന്താ പറയുക, ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ നെറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരില്ലാന്ന് വെച്ചിട്ട് 3 ദിവസമായാലും ചിലപ്പോൾ നെറ്റ് തീരാറായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നാളത്തെ 2 ദിവസത്തേക്ക് വേണ്ടി ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി യാത്ര എൻജോയ് ചെയ്യാം. ഏകദേശം യങ്കോണ എത്താറായിട്ടുണ്ട്. ഒരു 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് വേറെ ഏതൊരു ട്രെയിൻ വരാൻ വേണ്ടി പിടിച്ചിട്ടേക്കാണ്. ഒരു 9 മണിയായി. 9 മണി ഒരു കിലോമീറ്ററേ കാണിക്കുന്നുണ്ട് യങ്കോണിലേക്ക്. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് യാങ്കോണിലെത്തി. ഏകദേശം സമയം ഇപ്പോൾ ഇവിടെ 9, 1 മണിക്കൂർ ലേറ്റാണ്. 8:30 എത്തുന്ന ട്രെയിനാണ്. 8:30 എത്താൻ 9, 1 മണിക്കൂർ ലേറ്റ്. അപ്പോൾ ഇനി ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റൂം എടുക്കാം. നമുക്ക് റൂമെന്ന് വെച്ചാൽ ബെഡ് സ്പേസോ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഈ ലഗേജ് അവിടെ കീപ്പ് ചെയ്യും. റെൻ്റ് കാർ കിട്ടുമോ, റെൻ്റ് ബൈക്ക് കിട്ടുമോ നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സിതഗോൺ പഗോഡ പിന്നെ ഒരു 2-3 സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് കാണാൻ പോകാൻ ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കൊരു ടാക്സി വിളിക്കാം. നമ്മൾ വന്നിറങ്ങിയ സമയത്ത് ഒരു അപ്പാപ്പനെ പരിചയപ്പെട്ടില്ലേ, ആളെ നമ്പർ എൻ്റെ ഉണ്ട്, അപ്പോൾ ആളെ വിളിക്കാം. അപ്പോൾ നെറ്റ് തീർന്നു. ആദ്യം നെറ്റൊന്ന് ചാർജ് ചെയ്യണം, എന്നിട്ട് വേണം ബാക്കി പ്ലാനിങ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കിടക്കാം റെയിൽവേ സ്റ്റേഷനിൽ. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പോലെയൊക്കെ തന്നെയാണ്. 7 പ്ലാറ്റ്ഫോം ഉണ്ട്. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ടിക്കറ്റ് കളയരുത്. ടിക്കറ്റ് തിരിച്ചു വരുമ്പോൾ കൊടുക്കണേട്ടോ. ഇത് യാങ്കോണിലുള്ളൊരു തിയേറ്ററാണ്. ലേഡി ബോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമാണ് ഇവിടെ കളിക്കുന്നത്. മ്യാൻമർ പടം.
മൊബൈലൊക്കെ ഭയങ്കര ചീപ്പാണ്. 1 GB ഡാറ്റയ്ക്ക് ഇതിൽ 1000 ചാറ്റ് കൊടുത്താൽ മതി. ചാറ്റ് എന്ന് പറയുമ്പോൾ ഒരു $3 ആവുന്നില്ല, ഒരു $2.5 ആവുന്നുള്ളൂ. മീൻസ് ഒരു 6 ദിവസമൊക്കെ 6-7 ദിവസം വളരെ ചീപ്പാണ് 1 GB ഡാറ്റ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോസ്റ്റലിലെത്തി, റംഗൂൺ ബൊട്ടിക് ഹോസ്റ്റല്. അപ്പോൾ ട്രെയിൻ യാത്രയുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറയാനാണ് വന്നത്. അഡ്വാൻറ്റേജ് ആദ്യം പറയാം, നെഗറ്റീവ് പറഞ്ഞാൽ ആദ്യം തന്നെ വെറുപ്പിക്കുന്നില്ല. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 മണിക്ക് അവിടെ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പഴയ സ്റ്റേഷൻസ്, അതേപോലെ ആ ഒരു പഴയ റെയിൽപാതകൾ, പാടങ്ങൾ, അതേപോലെ ഇവരെ കൃഷിത്തോട്ടങ്ങൾ എല്ലാം നമുക്ക് ഈ 7 മണി വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് കാഴ്ചകൾ അതിൽ കാണാം. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമ്മൾ ഫ്ലൈറ്റിലൊന്ന് സഞ്ചരിച്ചാലും ബസ്സിൽ സഞ്ചരിച്ചാൽ കിട്ടും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബസ്സൊക്കെ ടൗൺ ഭാഗത്ത് കൂടെ പോകുന്നത്, ട്രെയിൻ എപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൂടെ ആയിരിക്കും പോകും. അപ്പോൾ ആ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി നമ്മൾക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ സന്ധ്യ ആവുന്ന സമയത്ത് ആ സൺസെറ്റ് നമുക്ക് ട്രെയിനിലിരുന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മീൻ പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. തലയിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അതൊക്കെ പഴയ ഓരോ തോടുകളും വയലുകളൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ലൈറ്റിട്ട് മീൻ പിടിക്കുന്നത് കാണാം. അങ്ങനത്തെ കാഴ്ചകളാണ് കുറേ. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി ചെറുതായിട്ട്. അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞാൽ സൺറൈസ് കാണാം. സൺറൈസ് ഞാൻ കണ്ടില്ല, നല്ല ഉറക്കത്തിലായിരുന്നു, വെയിലടിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സൺറൈസ് കാണാം. അതുകൂടാതെ ഇതേപോലെ തന്നെ കുറച്ച് ഇവരുടെ ഫ്ലോട്ടിങ്ങിൽ നിൽക്കുന്ന വീടുകൾ, അതായത് ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ അവർ കാല് കുത്തി അതിന് മുകളിലേക്കാണ് ഉള്ളത്, തുണി തുഴഞ്ഞ് വരണം, ഇല്ലെങ്കിൽ വേറെ വഴി കൂടെയൊക്കെ വരണം. അങ്ങനത്തെ വീടുകൾ, ഒരു പഴയ കൾച്ചർ, അത് പാവപ്പെട്ട ഓരോ കൾച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നല്ല നല്ല ഫോട്ടോസ് എടുക്കാം, നല്ല സ്റ്റേഷൻസൊക്കെ ഒരു വരുന്നുണ്ട്, അതിലേക്ക് ഇറങ്ങി നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. ഇവരെ ഭക്ഷണങ്ങൾ, അതായത് മാങ്ങ, ചക്ക, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വഴിയിൽ കിട്ടും, ട്രെയിനിൽ ഉടനീളം കിട്ടും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സെക്യൂരിറ്റിയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മൾ ഒരു ചെറിയൊരു മയക്കത്തിലായിരിക്കണം, എന്നാലും ഡീപ്പ് സ്ലീപ്പ് ആവരുത്. കാരണം ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനും ഉള്ള സ്ഥലമുണ്ട്, പക്ഷേ എങ്കിലും എന്താ പറയുക, ഒരു 2 കമ്പാർട്ട്മെൻറ്റിന് ഒരു പോലീസൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയോ എന്നുള്ളത് നമുക്കറിയില്ല, ഇവർ സ്റ്റേഷൻസ് കാര്യങ്ങളല്ല. അങ്ങനെ ലഗേജിൻ്റെ ചെറിയതായിട്ടൊരു പേടിയുണ്ട്. അതുകൂടാതെ കിടക്കാനിരിക്കാനൊക്കെ നല്ല സുഖമാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. മീൻസ് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ സീറ്റാണ്, വേറെ പ്രശ്നമാണ്. പക്ഷേ രാത്രി 12 മണി ആയി കഴിഞ്ഞാൽ ഇവർ ഓരോ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ട്രെയിനിൽ. അപ്പോൾ ഈ ഭക്ഷണ സാധനം ചിലതിൻ്റെ സ്മെല്ലുകൾ നമുക്ക് പറ്റില്ല. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ട്രെയിനിൽ. പിന്നെ നമ്മൾ സഹിച്ച് പിടിച്ചിരുന്നു. സ്ലീപ്പർ ക്ലാസ്സിനൊന്നും അത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്തത്. അതിൽ ചിലതിന് ഫുഡിൻ്റെ മണം നമുക്ക് പറ്റില്ല. ഇവർ ഞണ്ട് വറുത്തത്, അതുപോലെ പോർക്കിൻ്റെ ഐറ്റംസ്, ഇതെല്ലാം പക്ക ഓപ്പണായിട്ട് അവർ കൊണ്ടുവരും ഫുഡ്. അതിൻ്റെ ചെറിയൊരു പ്രശ്നം മാത്രമുണ്ട്. ഇതൊക്കെ ഇവർ വാങ്ങിച്ച് കഴിക്കും. ഈ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ട്രെയിൻ മൊത്തം ഫുഡിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ആ ഒരു ഒറ്റ ഡ്രോബാക്ക് മാത്രമല്ല, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ഒരു പ്രശ്നമില്ല. ആ ഒരൊറ്റ ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഫുഡിൻ്റെ സ്മെല്ല്. അതുപോലെ ടോയ്ലറ്റൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ടോയ്ലറ്റാണ്. ഒരു ഇന്ത്യൻ സ്റ്റൈലും അത് യൂറോപ്യൻ സ്റ്റൈലും രണ്ടാറ്റത്തും കാണാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഫുഡിൻ്റെ സ്മെല്ല്, അതായത് ചക്ക, മാങ്ങ, അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്കും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചില ഇവരുടെ ഒരു വറുത്ത് പൊരിച്ചുള്ള ഐറ്റംസൊക്കെ ഉണ്ട്, അതായത് നമുക്ക് ചിലവർക്ക് സ്മെല്ല് പിടിക്കില്ല, ചെറുതായിട്ട് ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഞാൻ ട്രെയിനിലുണ്ടായിരുന്നു. ഒരു 18 മണിക്കൂർ നീണ്ട ജേണി ആയിരുന്നു. ഇറ്റ്സ് വാസ് അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് വേറെ രാജ്യത്ത് ഇത്രയും മണിക്കൂർ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. മെട്രോയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ട്രെയിനിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. എന്താ പറയുക, നിങ്ങളും എൻജോയ് ചെയ്യാം. ഒരു ദിവസത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനും ആ രീതിയിൽ തന്നെ എന്നോട് വെച്ച് ട്രെയിനിൽ പോകണോ എന്നൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്നുള്ളത് കൊണ്ടാണ് ട്രെയിനിലൂടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്, അതെല്ലാം നമ്മുടെ രാജ്യത്തും അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി യാത്രയാണ് ട്രെയിനിൽ. ഇനി ഇന്നത്തെ ദിവസം നമുക്ക് യാങ്കൂണിലെ കാഴ്ചകൾ കാണാം. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആവണം. നമ്മുടെ റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബെഡ് എടുത്തിട്ടില്ല. ജസ്റ്റ് കുളിച്ച് ഫ്രഷ് ആവാനുള്ള നമ്മൾ ലഗേജ് വെക്കാൻ വേണ്ടി $5 മാത്രം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞിട്ട് ഇവർ തന്നെ ടാക്സി കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കാണാം. ബൈക്ക് റെൻറ്റിന് കിട്ടൂല യാങ്കൂണിൽ, അതുകൊണ്ടാണ് ഞാൻ ടാക്സി വിളിച്ച് പോകുന്നത്. പക്ഷേ വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയ പൈസയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഫുൾ ഡേ ടാക്സി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. സമയമില്ല, ഇനിയൊരു പകലും കൂടി മാത്രമേ ഉള്ളൂ മ്യാൻമാറിൽ.